ഗ്രേപ്സിലേക്ക് സ്വാഗതം. നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ മഴക്കാലവും എത്തും. പലപ്പോഴും മാതാപിതാക്കൾക്ക് ഇതൊരു ടെൻഷൻ കാലവും കൂടെയാണ്. നമ്മുടെ മക്കൾ സ്കൂളിൽ പോകുമ്പോഴോ വരുമ്പോഴോ ഒക്കെ നനഞ്ഞ് പോകാനും വരാനുമുള്ള സാധ്യത അവിടെയുണ്ട്. അതിനുശേഷം അവരെ പനി പിടിച്ചതായിട്ട് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, മഴ നനഞ്ഞാൽ പനി പിടിക്കുമെന്ന്. യഥാർത്ഥത്തിൽ അത് ശരിയല്ല. മഴ നനയുന്നത് കൊണ്ട് പനി പിടിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം മഴവെള്ളം ഏറ്റവും ശുദ്ധമായ അവസ്ഥയിലാണ്, അതിനകത്ത് ബാക്ടീരിയാസോ വൈറസസോ ഉണ്ടാവാറില്ല. എന്നാൽ എങ്ങനെയാണ് മഴ നനഞ്ഞതിന് ശേഷം അതൊരു പനിയിലേക്ക് മാറുന്നതെന്ന് പറഞ്ഞാൽ, മഴ നനഞ്ഞാൽ ബോഡി ടെമ്പറേച്ചർ വളരെയധികം താഴുന്നുണ്ട്. അങ്ങനെ താഴുന്ന ബോഡി ടെമ്പറേച്ചറിൽ ആ നനഞ്ഞ തുണി മാറാതെ നമ്മൾ വളരെ നേരം ഇരുന്ന് ആ ടെമ്പറേച്ചർ താഴെ പോകുമ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഡാമേജിലാകുകയാണ്. അതിൻ്റെ ഒരു ഫുള്ളി സപ്പോർട്ടീവായിട്ട് വർക്ക് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻസിന് ഒരു പോസിബിലിറ്റിയുള്ള ബോഡി കണ്ടീഷനിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് കുഞ്ഞുങ്ങളെ നമ്മുടെ സ്കൂളിലേക്ക് അയക്കുമ്പോൾ കഴിയുന്നത്ര വാട്ടർ പ്രൂഫായിട്ട് അയക്കാനും, അഥവാ അവർ നനഞ്ഞു പോയാൽ ആ നനഞ്ഞത് മാറാനുള്ള ഒരു സ്പെയർ തുണിയുടെ കൊടുത്തുവിടുകയൊക്കെ ചെയ്താൽ നല്ലതായിരിക്കും. ഇനി അവർ സ്കൂളിൽ നിന്ന് വരുമ്പോഴാണ് നനഞ്ഞിട്ട് വരുന്നതെങ്കിൽ ഉടൻ തന്നെ അവരെ കുളിപ്പിച്ച് ഫ്രഷാക്കി നന്നാക്കിയിട്ട് മറ്റൊരു ചൂടുള്ള വസ്ത്രം ധരിപ്പിച്ച് അല്പനേരം ഒന്ന് പുതച്ചൊക്കെ ഇരുത്തി അവരെ ആ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ സമ്മതിച്ചാൽ ഒരു പ്രശ്നമില്ല. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഇത്രയേ ഉള്ളൂ, മഴ നനയുന്നത് കൊണ്ടല്ല നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പലപ്പോഴും പനി വരുന്നത്. ആ നനഞ്ഞ അവസ്ഥയിൽ ഉള്ള വസ്ത്രങ്ങൾ ശരീരത്തിൽ ചേർന്ന് കിടക്കുമ്പോൾ ശരീരത്തിലെ ചൂട് വീണ്ടും വീണ്ടും കുറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ കുറയുമ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം പ്രൊട്ടക്ഷൻ മോഡ് നടപ്പിലാക്കുന്നതിൽ തകരാറിലാകുന്നുണ്ട്. ആ തകരാറാണ് ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്നതിന് കാരണമാകുന്നത്. രണ്ടാമത്, ഈ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ മഴ ആയതുകൊണ്ട് വെള്ളം കുടിക്കാതിരിക്കാനുള്ള ടെൻഡൻസി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് കുടിക്കാൻ താല്പര്യമുള്ള കുപ്പികളിൽ ആക്കി ആ വെള്ളം കുടിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞ് മനസ്സിലാക്കി, അവർ യൂറിനലിൽ പോകേണ്ടി വന്നാൽ അത് പോകുന്നതിൽ തെറ്റില്ല എന്ന് മനസ്സിലാക്കി ആ മഴക്കാലത്തും അവരവരുടെ സ്കൂൾ ആക്ടിവിറ്റീസിന് ശേഷം അവരുടെ ബോഡി ഡീഹൈഡ്രേറ്റഡ് ആകാതിരിക്കത്തക്ക വിധത്തിൽ വെള്ളം കുടിക്കുന്നതിനും മറ്റുള്ള സംവിധാനം നമ്മുടെ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കി അവർ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഉടൻ കുറച്ച് കുടിക്കാനായിട്ട് വെള്ളം പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്നത് കൊടുക്കുകയും ഒക്കെ ചെയ്താൽ നല്ലതായിരിക്കും. സ്കൂളിൽ ടീച്ചർമാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ഈ മഴക്കാലത്താണ് അവർ പുതിയ ക്ലാസ്സിലേക്ക് എത്തുന്നത്. സ്വാഭാവികമായിട്ടും ഒരുപാട് സന്തോഷത്തോടെയാണ് അവർ ക്ലാസ്സിൽ വരുന്നതെങ്കിലും പുതിയ പാഠപുസ്തകവും പുതിയ സിലബസും പുതിയ സബ്ജക്റ്റും അവരിലൊരു ടെൻഷൻ ഉണ്ടാക്കുന്നുണ്ട്. അമിതമായ ടെൻഷനും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ തകരാറിലാക്കും. സ്കൂൾ തുറക്കുന്ന സമയത്ത് അതുകൊണ്ടാണ് പല കുട്ടികൾക്കും സുഖമില്ലാതാകുന്നത്. അത് ആദ്യത്തെ 1-2 ആഴ്ചയിൽ മഴ നിൽക്കുന്ന സമയത്ത് തന്നെ ആദ്യത്തെ ഒരു ചാപ്റ്ററൊക്കെ എടുത്ത് ടെസ്റ്റ് പേപ്പർ എടുത്ത പരിപാടിയൊക്കെ ഒന്ന് നിർത്തി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വളരെ മനോഹരമായിട്ട് ആ ദിവസങ്ങൾ കടന്നു പോകാനായിട്ട് പുതിയ കാര്യങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു ഹാപ്പി അറ്റ്മോസ്ഫിയർ ഈ മഴക്കാലത്ത് നമ്മുടെ സ്കൂളുകളിൽ, പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളുടെ ക്ലാസ്സുകളിൽ അവരെ ടെൻഷനാക്കുന്ന രീതിയിൽ ഇതിൽ ഇത്ര പഠിച്ചിട്ട് വന്നില്ലെങ്കിൽ പ്രശ്നമാണ്, ടെസ്റ്റ് പേപ്പർ പാസ്സായില്ലെങ്കിൽ പ്രശ്നമാണ്, ആ രീതിയിലുള്ള പ്രഷർ കൊടുക്കലൊക്കെ മഴക്കാലത്ത് വേണ്ട. കാരണം പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഡാമേജ് ആകുമ്പോഴാണ് നമ്മൾ ഈ ഫീവറിന് അടിമപ്പെടുന്നത്. ഫീവർ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സ്കൂളിൽ പോകാനായിട്ട് ആ കുട്ടിക്ക് പറ്റില്ല. അപ്പോൾ കൂടുതൽ കുഴപ്പമാകത്തില്ല, ക്ലാസ്സുകൾ നഷ്ടപ്പെടുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ക്ലാസ്സുകൾ നഷ്ടപ്പെടാതിരിക്കാൻ ഈ പനി വരാതിരിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അവർ സ്കൂളിൽ വരുമ്പോൾ നനഞ്ഞിട്ടാണ് വന്നതെങ്കിൽ അവരുടെ ബാഗിലെ സ്പെയർ ഡ്രസ്സ് മാറുന്നതിന് നമ്മുടെ സ്കൂളിൽ സംവിധാനങ്ങൾ കൊടുക്കുന്നത് ഈ മഴക്കാലത്ത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. സോ ഓർക്കണേ, ഗ്രേപ്സിൻ്റെ ജി ഹെൽത്തിൽ കൂടെ ഡോക്ടർ അപ്പോയിൻമെൻറ്റ് എടുക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട്. നമ്മുടെ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് എക്സ്റ്റെൻഡഡ് ആയിട്ട് കിട്ടുമെങ്കിലും ഈ കുഞ്ഞുങ്ങളുടെ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് നമ്മുടെ ഫാമിലി ആപ്ലിക്കേഷനായിട്ട് മാതാപിതാക്കളുടെ മൊബൈൽ ഫോണിൽ അവൈലബിൾ ആണെങ്കിലും നമുക്ക് കുഞ്ഞുങ്ങൾക്ക് പനി വരാതെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യം.